ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ അടുത്ത് തന്നെ ഒരു കേറ്ററിംഗ് സർവീസ് ഉണ്ട്, കന്നഡക്കാർ നടത്തുന്നതാണ്. അവർ ഈ കമ്പനികളിലേക്കൊക്കെ ഉച്ചഭക്ഷണം സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമാണ്. അതൊരു 10 രൂപ മുതൽ കിട്ടുന്ന മീൽസാണ്. അന്ന സാമ്പാർ എന്ന് പറയും. അതിനകത്ത് പല പല ഐറ്റംസ് വരും. അപ്പോൾ ഇവിടെ എനിക്കത്ര താല്പര്യമില്ല, അക്കുന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ എപ്പോഴും ഉണ്ട് പറയും, അവരോട് നേരത്തെ പറഞ്ഞു വെച്ചാൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ബോക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. ആ ഊണെന്താ നിങ്ങളെ കൂടെ കാണിക്കാം. 10 രൂപ തൊട്ട് 30 രൂപ വരെ ഉള്ള ഒരു ഇതാണ്. ഇവിടെ 30 രൂപയാണ് ഇതിന് ഞാൻ എന്നോട് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതേ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാവേ. 4 ബോക്സ് ഞാൻ കൊടുത്തിരുന്നു. ഇത് നോക്കട്ടെ. ഇത് റൈസാണ്. ഇത് ചപ്പാത്തി. ഇനി ഇതെന്നാ നോക്കട്ടെ. ഇത് രസം. നല്ല മണമുള്ള രസം. ഇതാണ് അക്കുവിടെ പ്രിയപ്പെട്ട കറി, സാമ്പാർ. ഉണ്ടായത് എനിക്ക് തോന്നുന്നു നമ്മുടെ പോലത്തെ സാമ്പാറല്ല, ഇവരുടെ സാമ്പാർ വ്യത്യാസമുണ്ട്. പക്ഷെ ഇനി വേറൊരു ടേസ്റ്റാണ് സാമ്പാർ. ചെറിയ ചെറിയ പപ്പടം ഉണ്ടോ പാക്കറ്റിലാക്കിയിരിക്കുന്ന. ചപ്പാത്തിക്കുള്ള കറി അത് കേട്ടോ. ചപ്പാത്തി എടുത്ത് കഴിക്കാനുള്ള ഒരു മസാലക്കറി അറിയാം. ഇത്രയാണ് 30 രൂപയുടെ ലഞ്ച് കണ്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഒന്ന് കഴിച്ച് നോക്കട്ടെ. അതിൻ്റെ കൂടുതൽ ഒരു വെജിറ്റബിൾ കറിയാണ് ഉള്ളത്, മസാലക്കറിയാണ്. എന്താണെന്ന് എനിക്കത് അറിയത്തില്ല, എൻ്റെ കറിയുടെ പേരൊന്നും അറിയത്തില്ല. നോക്കട്ടെ. നല്ല കറി കേട്ടോ. ഇവരിങ്ങനെയാണ് ചോറിൻ്റെ കൂടുതൽ ചപ്പാത്തി അല്ലെങ്കിൽ റാഗി മുദ്ദ, ഇതൊക്കെയാണ് ഇവരുടെ മീൽസിനകത്ത് വരുന്നത് ഈ 30 രൂപയ്ക്കകത്ത്. അപ്പോൾ റാഗി മുദ്ദ ഇന്നില്ലായിരുന്നു, ചപ്പാത്തി ആയിരുന്നു തോന്നുന്നു. ചില ദിവസങ്ങൾ റാഗി മുദ്ദ. ഇനി അത് മേടിക്കുമ്പോൾ അടുത്ത ദിവസം റാഗി മുദ്ദ ഉള്ളപ്പോൾ ഞാൻ മേടിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെയുള്ള ചോറും സാമ്പാറാണ്. ഒരുപാട് കറികൾ ഇവരിങ്ങനെ കൂട്ടത്തില്ല ചോറിനോട് നമ്മളെ പോലെ. അപ്പോൾ ചോറ്, സാമ്പാർ, രസം. ഇന്ന് തോരനില്ല, ചില ദിവസം തോരൻ കാണും. അപ്പോൾ ഞാൻ ഈ സാമ്പാറും ചോറും കൂടെ കാണുന്നുണ്ട്. പപ്പടമുണ്ട്, കഴിച്ച് നോക്കട്ടെ. എനിക്ക് പൊതുവെ ഇവരുടെ സാമ്പാർ വലിയ താല്പര്യമില്ല. അക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ സാമ്പാറിനോട് താല്പര്യം. കുഴപ്പമില്ല, നല്ല വെറൈറ്റിക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. സൂപ്പറാണ്. ഞാൻ അവരുടെ രസം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശകലം ചോറും രസവും കൂടെ ഞാനൊന്ന് ഒഴിച്ച് നോക്കുവാണേ. ഇങ്ങനെ ഒന്ന് നോക്കട്ടെ. രസം നല്ലതാണ് കേട്ടോ, നല്ല രസമാണ്. നമ്മുടെ പോലത്തെ രസം അല്ലല്ലോ ഇവരുടെ രസം, വേറൊരു ഫ്ലേവറല്ലേ, നല്ലതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ട് മുദ്ദയൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ബൈ.